ആലിയ ഭട്ട് വൈറലാക്കിയ മിൽക്ക് കേക്ക് ഇല്ലേ, ദുബായ് മുകളിൽ പോയി ആലിയ ഭട്ട് കഴിച്ചേ ആ മിൽക്ക് കേക്ക് ഞാൻ കുറേ നാളായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അപ്പം നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. വളരെ എല്ലാ കേക്കിനേക്കാളും ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഈസിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കാം, ഞാനിവിടെ അരിച്ചെടുക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. അത് പിന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്രയും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താണ്. അത് നമ്മൾ ഈ മൈദയിലേക്ക്, നമ്മൾ 1 കപ്പ് മൈദ എടുത്തില്ലേ, അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതുകൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടത് കൊണ്ട് തന്നെ ആദ്യം ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക. അതും ഒരു 5 മിനിറ്റ്, അത് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മളിത് ഒരു ബേക്കിംഗ് ട്രേ എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, തൂത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ലാസ്റ്റ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വിനീഗർ ഇട്ടാൽ മതി, 1 ടീസ്പൂൺ ആണ്. അതിനുശേഷം ഒരു കബാബ് സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ഇതിൽ ഈ ബബിൾ കണക്ക് കണ്ടില്ലേ, അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടി വരും, കേക്ക് വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടില്ല. 180-ൽ ഓവൻ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു. 180-ൽ ഇട്ട് അത് ഒരു 45 മിനിറ്റ് എടുത്തു. ഇതിപ്പോൾ നിങ്ങൾ നോക്കണം, ഞാനിത് ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതാക്കി നോക്കിക്കായിരുന്നു. അപ്പോഴേക്കും അത് വെന്തോന്നറിയാം. ആ സ്റ്റിക്കിലൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുക. അതിന് ശേഷം നമ്മൾ കേക്ക് ഒരു പാത്രത്തിലേക്ക്, ഇച്ചിരി വലിപ്പമുള്ള പാത്രത്തിലിടണം. ഇതിൽ നമ്മൾ മിൽക്കിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുക്കണം. അതിന് ശേഷം ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി. ഇതുണ്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇതിനെ ഒന്ന് കുത്തി കൊടുക്കാം നമുക്ക് ആദ്യം. കണ്ടോ, നമ്മളിവിടെ മുഴുവൻ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തു. അതിന് ശേഷം ഇത് ഇച്ചിരി ഹാർഡായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ ഈ മിൽക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമുക്കിങ്ങനെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് 1 കപ്പ് മിൽക്ക് എടുത്തിരിക്കണോ, അതിലേക്ക് 3/4 കപ്പ് ഫ്രഷ് വിപ്പിംഗ് ക്രീം യൂസ്. 1 കപ്പ് മിൽക്ക്, 3/4 കപ്പ് വിപ്പിംഗ് ക്രീം, 3/4 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഇത് ഫുള്ളായിട്ട്. നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു. ഞാനിവിടെ അൽമറായുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇനി ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഒരു 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് കേക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഈ സൈഡിലും ഒക്കെ തേച്ച് കൊടുക്കണം. നമ്മൾ ഈ കേക്കിൻ്റെ മേലിലേക്ക് ക്രീം ഫുൾ ഇങ്ങനെ സൈഡിലും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലും ഒക്കെ നമുക്ക് മിൽക്ക് ഫില്ല് ചെയ്യണം. നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുത്തു. ഈ ഗ്യാപ്പിലേക്കൊക്കെയാണ് ഞാൻ പറഞ്ഞ മിൽക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന്. അതാകുമ്പം അതിൻ്റെ ഇടയ്ക്കലത്തെ ഭാഗവും എല്ലാം നന്നായിട്ട് ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ലാവും. നിങ്ങൾക്ക് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും ലുലു എന്നാണ് മേടിക്കാറ് മാക്ടോപ്പിൻ്റെ, പക്ഷേ എനിക്കത് കിട്ടിയില്ല. എൻ്റെ അൽമറായുടെയാണ് ഇത്തവണ മേടിച്ചത്. നമ്മൾ സ്ട്രോബെറിയും ബ്ലൂബെറിയും വെച്ച് ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമായി യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത് ഷുഗർ ഉള്ളതാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഇടണം. അതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ കേക്ക് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം.